എല്ലാവരും നാളെ വരും എന്ന് പറയുന്നതല്ലാണ്ട് ഇതുവരെയായിട്ട് ആരും വന്നില്ല. ഇത് പൊളിച്ചിട്ട് പോയ ബന്ധം മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും ഇത് എത്രയും പെട്ടെന്ന് ശരിയാക്കിയിട്ടില്ലെങ്കിൽ ഇതും നമ്മുടെ നാട്ടിൻ്റെ വികസനത്തിനും നമ്മുടെ മറ്റുള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം വലിയ തടസ്സമാണ്. വണ്ടിക്ക് ഒരു വണ്ടി വന്നാൽ ഒരു വണ്ടിക്ക് മാറിക്കൊടുക്കാൻ സ്ഥലം ഇല്ലാതെ അവസ്ഥ ആകുന്നത്. നിലവിൽ റോഡിൽ ഒരു ലൈറ്റ് പോലും ഇല്ല. അപ്പോൾ റോഡ് ഇങ്ങനെ കുഴിച്ചു വെച്ചതുകൊണ്ട് വാഹനങ്ങൾ അപകടത്തിൽപ്പെടേണ്ട ഒരു സാധ്യതയും കൂടിയുണ്ട്. താഴെ ഒരു അമ്പലമുണ്ട്. അമ്പലത്തിലേക്ക് പോകാനാണെങ്കിലും പള്ളിയിലേക്ക് വരാനാണെങ്കിലും എല്ലാം വളരെ ബുദ്ധിമുട്ടാണ്. ചെറിയ സ്കൂളുകളുണ്ട് ശരിയായിട്ട് ശരിയായിട്ട് ഇപ്പം ശരിയാക്കി തരാം പരമ്പരയിൽ നമ്മളിപ്പോൾ കണ്ട ദൃശ്യങ്ങൾ ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ പരിക്കളം കോടാപറമ്പ് പള്ളിക്ക് സമീപത്തുള്ള റോഡിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇവിടുത്തെ നാട്ടുകാർ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിപ്പോൾ ഇവിടെ വന്നത്. എന്താണ് ഇവർക്ക് ഏജൻറ്റിന് ഇപ്പം ശരിയാക്കി തരാം പരമ്പരയിലൂടെ ഇവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. ഇത് മാസങ്ങളായി ഈ റോഡ് ഇങ്ങനെ മാന്തിപ്പൊളിച്ചിട്ടിട്ട് ഇപ്പം മദ്രസയിൽ വരുന്ന ചെറിയ കുഞ്ഞു മക്കൾക്ക് വരാനുള്ള ബുദ്ധിമുട്ട്, അതുപോലെ തന്നെ സ്കൂൾ ബസ്സുകൾ ഇങ്ങോട്ട് വരുന്നില്ല. അതുപോലെ ഞങ്ങൾക്കാണെങ്കിലും എന്തെങ്കിലും സാധനങ്ങളും മറ്റു മറിച്ച് കൊണ്ടുപോകാനാണെങ്കിലും വാഹനങ്ങൾ മര്യാദയ്ക്ക് വരുന്നില്ല. ഈ റോഡ് ഇത് ജലനിധിൻ്റെ പൈപ്പാണെങ്കിലും പൊട്ടിച്ചിട്ടിരിക്കുകയാണ്, അതൊന്നും ശരിയാക്കിയിട്ടില്ല. അതുപോലെ തന്നെ ഇവിടുത്തെ ഉള്ള വഴിവിളക്കാണെങ്കിൽ അതും തെളിയുന്നില്ല. എപ്പം ചോദിച്ചു കഴിഞ്ഞാലും നാളെ മറ്റന്നാളെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ മഴയൊന്ന് പെയ്ത് കഴിഞ്ഞാൽ ഇതിലെ കൂടെയുള്ള യാത്ര വളരെ ബുദ്ധിമുട്ടാണ്. അതുപോലെ ഇതിപ്പോൾ എത്ര മാസമായി ഇങ്ങനെ മാന്തിയിട്ടിട്ട്? ഇത് ഏതാണ്ട് 2 മാസത്തോളമായി. 2 മാസമായി. അതുപോലെ തന്നെ റോഡിൻ്റെ അവസ്ഥയും വളരെ മോശമാണ്. മഴ പെയ്ത് കഴിഞ്ഞാൽ റോഡും വളരെ ശോചനീയ അവസ്ഥയാണ്. റേറ്റ് ഇറങ്ങിയ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതൊന്ന് പൂർത്തീകരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ആണ്. നിങ്ങൾ ഇതിൻ്റെ അധികൃതരോട് സംസാരിച്ചിരുന്നോ? ഉണ്ട്, പലപ്പോഴായിട്ട് പല ആൾക്കാരും ഇവിടുന്ന് ബന്ധപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എല്ലാവരും നാളെ വരും എന്ന് പറയുന്നതല്ലാണ്ട് ഇതുവരെയായിട്ട് ആരും വന്നില്ല. ഇത് പൊളിച്ചിട്ടിട്ട് പോയ ബന്ധം മാത്രമേ ഉള്ളൂ. നിലവിൽ റോഡിൽ ഒരു ലൈറ്റ് പോലും ഇല്ല. അപ്പോൾ റോഡ് ഇങ്ങനെ കുഴിച്ചു വെച്ചതുകൊണ്ട് വാഹനങ്ങൾ അപകടത്തിൽപ്പെടേണ്ട ഒരു സാധ്യതയും കൂടിയുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇത് ശരിയാക്കാനുള്ള നടപടികൾ എടുക്കണമെന്നാണ് പറയാനുള്ളത്. ഇതിങ്ങനെ വലിയ തീരുമാനം അറിയാണ്ട് വന്ന് വഴിമുട്ടിച്ച് മാന്തി അവിടെ ഇട്ടിട്ട് അവർ പിന്നെ കോൺട്രാക്റ്റുകാരനും കാണുന്നില്ല, ആരെയും കാണുന്നില്ല. അയാളെ നമുക്കറിയാം വരുന്നില്ല. പൈപ്പിങ് നന്നാക്കണേ നല്ലൊരു പണിയുണ്ട് പോകും. അതാ ഇത് അവർ തന്നെ വന്ന് നന്നാക്കണം. അതാണ് ഈ പണിക്ക് താമസിക്കുന്നത് പറയുന്നത്. 2 മാസത്തോളമായി. ഏകദേശം 2 മാസമായി. കഴിഞ്ഞാൽ ആഴ്ചയിൽ പിന്നെ എല്ലാ ആഴ്ചയിലും സ്ഥലത്തും കാര്യങ്ങളും നടക്കുന്നതുകൊണ്ട് ഒരുപാട് വണ്ടികൾ വരുന്നതാണ്. അത് പിന്നെ വണ്ടികൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അപകടങ്ങൾ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പരമാവധി നാട്ടുകാർ ശ്രമിക്കുന്നതുകൊണ്ടാണ് അപകടങ്ങളില്ലാതെ കണ്ട് പോകുന്നതും ഇതാകുന്നതും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇല്ലെങ്കിൽ താഴെ ഒരു അമ്പലമുണ്ട്. അമ്പലത്തിലേക്ക് പോകാനാണെങ്കിലും പള്ളിയിലേക്ക് വരാനാണെങ്കിലും എല്ലാം വളരെ ബുദ്ധിമുട്ടാണ്. അതിനെക്കാട്ടി ഉപരി മക്കൾക്ക് രാവിലെ വരുന്ന പിന്നെ 6 മണിക്ക് മദ്രസയിലേക്ക് വരുന്ന കുട്ടികൾക്ക് ആണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. പിന്നെ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഉത്തരവാദിത്തപ്പെട്ടവർ ഇതിനകത്ത് ഇടപെട്ട് ഇതൊന്ന് പൂർത്തീകരിച്ച് തരണമെന്നാണ് നാട്ടുകാരായ ഞങ്ങൾക്ക് പറയാനുള്ളത്. അതായത് ഈ റോഡ് നന്നാക്കുന്ന സമയത്ത് ഈടിയുള്ള നാട്ടുകാരോട് ആണി കയറുന്ന സമയത്ത് വന്നിട്ട് ചോദിക്കുകയോ ഇതാക്കുകയോ ചെയ്യാണ്ട് പൈപ്പും പൊട്ടിച്ചിട്ടിട്ട് പോയിട്ട് പിന്നെ മെമ്പറെ വിളിച്ചാലും ഇങ്ങനെ നാളെ വരുമെന്ന് പറയുന്നത് അല്ലാണ്ട് ഇതുവരെ വന്നിട്ടില്ല. അതേപോലെ തന്നെ ഈ ടെൻഡർ എടുത്തത് മൊണ്ടാന്നൂറിലെ ഇയാൾ എടുത്തതെന്ന് പറയുന്നുണ്ട്. ഇതുവരെ അയാൾ ഇവിടെ വന്നിട്ടോ കുറേ ആൾ വന്ന് ഇത് കീറിയിട്ട് കുറേ സാധനം ഇറക്കിയിട്ട് പോയി പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്ന കാണുന്നില്ല. എത്രയും പെട്ടെന്ന് ഇത് നന്നാക്കിയില്ലെങ്കിൽ യാത്രക്കാർക്ക് മാത്രമല്ല ഈ അമ്പലത്തിലെ പരിപാടിക്കും പള്ളിയിൽ വ്യാഴാഴ്ച നടക്കുന്ന പരിപാടിക്കൊക്കെ വണ്ടിക്ക് ഒരു വണ്ടി വന്നാൽ ഒരു വണ്ടിക്ക് മാറിക്കൊടുക്കാൻ സ്ഥലം ഇല്ലാതെ അവസ്ഥ ആകുന്നത്. ഇത് എത്രയും പെട്ടെന്ന് പഞ്ചായത്ത് മെമ്പറും മറ്റുള്ള ഉദ്യോഗസ്ഥന്മാരും ഇടപെട്ട് ഇതിന് വേണ്ടുന്ന തീരുമാനങ്ങൾ ആക്കിത്തരണമെന്ന്. നമ്മുടെ നാട്ടിൻ്റെ വികസനത്തിൽ വലിയൊരു ഭാഗമായിരുന്നു ഈ ഒരു കല്ല്. പക്ഷേ ഇത് ഇങ്ങനെ ആക്കി വെച്ചിട്ട് മാസങ്ങൾ 2 കഴിഞ്ഞു. അടുത്ത മാസം നമ്മുടെ ഉറൂസ് നടക്കുകയാണ്. അതുപോലെ തന്നെ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് എത്രയും പെട്ടെന്ന് ശരിയാക്കിയിട്ടില്ലെങ്കിൽ ഇതും നമ്മുടെ നാട്ടിൻ്റെ വികസനത്തിനും നമ്മുടെ മറ്റുള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം വലിയ തടസ്സമാണ്. അധികാരികൾ എത്രയും പെട്ടെന്ന് ഇത് ഇടപെട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നാട്ടുകാർ ഇത് മൂടേണ്ട ഒരു പരിപാടി സംഘടിപ്പിക്കും. ഇതാണ് പറയാനുള്ളത്. ഈ പ്രദേശത്ത് ഒരു 5ഓളം വഴിവിളക്ക് കണ്ണടച്ചിട്ട് മാസങ്ങളായി. പക്ഷേ അത് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ വേണ്ട വണ്ണം അത് ഗവനിക്കുന്നില്ല എന്നുള്ള ഒരു പരാതി കൂടി ഇതോടൊപ്പം ഞങ്ങൾ പറയുക.
ഇതാണ് കോടാപറമ്പ് നാട്ടിലെ നാട്ടുകാരുടെ ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയുന്നത്. കാരണം 2 മാസത്തോളമായി ഈ റോഡ് മാന്തിപ്പൊളിച്ച് ഇട്ടിട്ട് യാതൊരു നടപടിയും അധികൃതരുടെ ഭാഗത്തു നിന്നില്ല. ഇത് കാണുന്ന അധികൃതർ ഇപ്പം ശരിയാക്കി തരാം എന്ന് പറഞ്ഞു പോയാൽ പോരാ, ദിനംപ്രതി 100 കണക്കിന് കാൽനട യാത്രക്കാർ യാത്ര ചെയ്യുന്ന വഴിയാണ്. അതുപോലെ തന്നെ ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് കത്തുന്നില്ല. അപ്പോൾ രാത്രി കാലങ്ങളിൽ ഇത് വാഹനങ്ങൾ വന്ന് അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയുണ്ട്. കാൽനട യാത്രക്കാരും അപകടത്തിൽപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് കാണുന്ന അധികൃതർ ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞു പോയാൽ പോരാ, ശരിയാക്കും എന്നുള്ള പ്രതീക്ഷയിൽ ക്യാമറമാൻ ആബിദിനോടൊപ്പം ശ്രീവേഷ്കർ, ഏജന്റ് ന്യൂസ്. അമ്മ, കല്യാണത്തിന് ഇനി 10 ദിവസം കൂടി ഉള്ളൂ. നാളെയെങ്കിലും ഡ്രസ്സ് വാങ്ങിച്ചില്ലെങ്കിൽ എങ്ങനെയാ മോളെ? അത് അച്ഛൻ്റെ ESI ഫണ്ട് കിട്ടിയിട്ടില്ല. ഹേ ഗായു, ദാ എന്റെ പർച്ചേസ് എല്ലാം കഴിഞ്ഞു. നിന്റെ എന്തായി? നാളെയാണോ? ഇതാണ് എന്റെ വെഡിങ് സാരി. നോക്ക്, കാഞ്ചീപുരം എങ്ങനെയുണ്ട്? ഇത് എന്റെ അമ്മയ്ക്കുള്ളത് സോഫ്റ്റ് സിൽക്ക്. എങ്ങനെയുണ്ട്? നല്ല കളറല്ലേ? ഇതെന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്. LKG മുതൽ നമ്മൾ എല്ലാത്തിനും ഒരുമിച്ചാണ്. ഇതാവുമ്പോ നമ്മുടെ കല്യാണം വരെ അടുത്തെടുത്താ. അതുകൊണ്ട് നീ നിന്റെ ഹസ്ബൻഡും കല്യാണം കഴിഞ്ഞിട്ട് ഒരുമിച്ച് എന്റെ കല്യാണത്തിന് വരണം. ഓക്കെ? മനസ്സ് കണ്ടറിയും ഇഷ്ടങ്ങൾ. സെഞ്ചുറി ഫാഷൻ സിറ്റി. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ A-Channel. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജന്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.